എടാ എനിക്ക് നിന്റെ അടുത്ത് അങ്ങനെ പ്രേമൊന്നുമില്ല, പക്ഷെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിന്റെ കൂടെ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട്, നീ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. ഈ ലസ്റ്റ് എന്ന് പറയുന്ന സംഭവമില്ലേ, അത് അല്ലാണ്ട് കല്യാണം കഴിക്കുക അതുപോലെ തന്നെ പ്രേമിക്കുക അതിനൊന്നും താല്പര്യമില്ല. ലസ്റ്റ് ആയിട്ട് പോവാമെങ്കിൽ ഞാനും ഓക്കെയാണ്. ഒരു സുപ്രഭാതത്തില് ആരെങ്കിലും ഒരാൾ വന്നിട്ട് നിങ്ങളോട് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? നിങ്ങൾ ഓക്കെ ആയിരിക്കുമോ? അതായത് പ്രണയമില്ലാണ്ട് വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാണ്ട് ഒരു വ്യക്തിയുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധം വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഓക്കെ ആയിരിക്കുമോ? നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കുമോ? അതാണ് ചോദ്യം. ഈ ചോദ്യം വരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു. ധീരൻ എന്നാണ് സിനിമയുടെ പേര്. ദേവദത്ത് ഷാജിയാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. രാജേഷ് മാധവൻ പ്രധാന കഥാപാത്രം, അശ്വതി മനോഹരൻ പ്രധാന കഥാപാത്രം. അപ്പൊ ഈ സിനിമയ്ക്കകത്തും അതുപോലുള്ള ഒരു സംഭവം വരുന്നുണ്ട്. ആദ്യം പറയാണ്, സ്പോയിലർ ആണ്, സോ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. ഇതിനകത്ത് നമ്മുടെ രാജേഷ് മാധവന്റെ ക്യാരക്ടറിനോട് ഈ പറയുന്ന അശ്വതി മനോഹറിന്റെ കഥാപാത്രം ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ചേട്ടനോട് എനിക്ക് ലസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. ചേട്ടൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന കാണുമ്പോൾ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. പക്ഷെ പ്രേമം അതുപോലെ കല്യാണമൊക്കെ പറഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് അടിക്കും. ഈ ഫിസിക്കൽ അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോവാമെങ്കിൽ ഞാൻ ഓക്കെ എന്ന് ഈ ക്യാരക്ടർ പറയുന്നുണ്ട്. അത് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, അതായത് നമ്മുടെ മലയാള സിനിമകളിൽ അധികം കണ്ടുവരാത്തൊരു സംഭവമാണിത്. നായിക നായകനിടയ്ക്കുള്ള ഈ പറയുന്ന ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം. സാധാരണ ഇവിടെ സിനിമയ്ക്കകത്ത് ഫിസിക്കൽ അട്രാക്ഷൻ കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പ്രണയം വേണം, അല്ലെങ്കിൽ വിവാഹം വേണം. അല്ലാത്ത ഒരു വശത്തിൽ അങ്ങനെ മലയാള സിനിമയിൽ അധികമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ കാര്യങ്ങളൊന്നും അത് മാത്രമായിട്ട് കാണിച്ചിട്ടില്ല. നമുക്ക് തൽക്കാലം അത്തരം ബന്ധങ്ങൾ ഒന്നെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബൂട്ടി കോൾ എന്ന് പറയാം, അല്ലെങ്കിൽ പ്യുവർലി സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഏത് രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാലും മലയാള സിനിമകളിൽ എപ്പോഴും അന്യം നിൽക്കുന്ന ഒരു സംഭവമാണിത്. വളരെ ചുരുങ്ങിയ സിനിമകളിൽ മാത്രമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഭീമന്റെ വഴി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഈ സംഭവം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കംപ്ലീറ്റ്ലി നമുക്കൊരു ഈ പറയുന്ന ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ വിൻസിയുടെ ബ്ലസ്സി എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിലുള്ള ബന്ധമായിരുന്നു. ആ ബന്ധത്തിനിടയിൽ വിൻസിയുടെ ക്യാരക്ടറിന് ഈ പറയുന്ന പ്രണയം ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭീമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ പ്രണയം അവർ പറഞ്ഞിട്ടില്ല. ആ പ്രണയത്തിന്റെ പെയിനൊക്കെ ആ ക്യാരക്ടർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രണയം അവിടെ നിൽക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ള രീതിക്ക് മാത്രമായിട്ടുള്ള ബന്ധമായിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ കൂടി ഏറെക്കുറെ അവർ ആ ബന്ധം അങ്ങനെ കൊണ്ടുപോകാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രണയത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ആ ഒരു ബന്ധത്തെ വഷളാക്കിയിട്ടില്ല. അങ്ങനെ ഇമോഷണൽ ബാഗേജ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതേ സാധനം ഞാൻ വേറൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളത് 2020 ഇറങ്ങിയിട്ടുള്ള ലവ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. രജിഷ വിജയൻ പ്രധാന കഥാപാത്രമായ സിനിമയാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്തായിരുന്നു, OTT-യിലാണ് ആ മൂവി ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് ആയിട്ട് അറിയില്ല. ആ സിനിമയ്ക്കകത്തും ഇതുപോലെയുള്ളൊരു സംഭവം കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് കാര്യമായിട്ടല്ല കാണിക്കുന്നത്. ഒരു അവിഹിതം പാറ്റേൺ ആണ് പിടിച്ചിട്ടുള്ളത്. കാണുന്ന പ്രേക്ഷകർക്കും അവിഹിതമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് പക്കാ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ധീരൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണ്. അപ്പൊ ആ ഒരു ശ്രമം മലയാള സിനിമയിൽ വളരെ ചുരുങ്ങിയ സിനിമകളിൽ മാത്രമേ നടന്നിട്ടുള്ളൂ, ഇത്തരം ബന്ധങ്ങൾ. അപ്പൊ നമ്മുടെ സമൂഹം എന്താണെന്നോ നമ്മുടെ സമൂഹത്തിന്റെ മോറൽ സൈഡ് എന്താണെന്നൊക്കെ നോക്കിയിട്ടാണ് സിനിമകൾ പലപ്പോഴും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു മോറൽ സൈഡിനെ പൊളിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഇവിടെ ധീരൻ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ധീരൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള ഈ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്ന അത് മാത്രമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് പലരും അതിനെ എതിർക്കുന്നത്. നമ്മുടെ മോറൽ സൈഡ് വെച്ചാണ് പലരും അളക്കുന്നതും എതിർക്കുന്നതും. സോ ശരിക്കും ഈ പറയുന്ന ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്, പ്രണയമില്ലാത്ത പ്രേമമില്ലാത്ത സെക്സ് എന്ന് പറയുന്നത് ശരിക്കും ഓക്കെ ആണോ? അതിന്റെ ഒരു ഓരോ വശങ്ങളെ കുറിച്ച് എന്തായിരിക്കും എന്റെ അഭിപ്രായം എന്നാണ് ഇപ്പൊ ഞാൻ പറയാൻ പോണത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ 2K കിഡ്സ് ഇല്ലേ, അവർക്കാണ് ഈ പറയുന്ന ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ബന്ധം കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതിനു മുൻപ് വരുന്ന ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. കാരണം നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം, നമ്മുടെ മോറൽ സൈഡൊക്കെ അങ്ങനെയാണ്. പക്ഷെ 2K കിഡ്സിൽ ഈ പറയുന്ന പോലെ വൺ നൈറ്റ് സ്റ്റാൻഡ് പോലുള്ള ബന്ധങ്ങൾ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ പോലും കിട്ടാണ്ട് ഒരു ഫിസിക്കൽ അട്രാക്ഷന്റെ പുറത്ത് മാത്രം സെക്സ് ചെയ്യുന്ന ആളുകളെ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് 2K കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ തലമുറയിലേക്ക് വരുന്ന സമയത്ത് ഇത് പ്രശ്നം തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്നറിയോ?
രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നു വെച്ചാൽ അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഒരു മോശമായിട്ടുള്ള കാര്യമില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. സോ എന്തും തോന്നാം, ഏതും തോന്നാം. പക്ഷേ അത്തരം ബന്ധം മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇല്ലാത്ത പ്രേമം ഉണ്ടാക്കിയെടുത്ത്, ഇല്ലാത്ത വിവാഹം ഉണ്ടാക്കിയെടുത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷന്റെ പുറത്ത് മാത്രം ബന്ധത്തെ അനാവശ്യമായിട്ട് വലിച്ചു നീട്ടിയിട്ട് പിന്നെ സകലമാന ഇമോഷണൽ ബാഗേജ് എടുക്കുന്നേക്കാൾ എത്രയോ നല്ല കാര്യമാണ് ഈ പറയുന്ന പോലെ പോവുക, ആ വ്യക്തിയുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക, തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു ബന്ധം ഉണ്ടാക്കുന്നത്. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഇത് പോസിബിൾ ആവണമെന്നില്ല. സാധാരണഗതിയിൽ ഇതുപോലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവിടെ ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന 3 ഘടകങ്ങളാണ് വേണ്ടത്. ഒന്ന് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് വളരെയധികം അവയർനെസ് ആണ്. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു സെൽഫ് അവയർനെസ് വരണം. നമ്മൾ എന്താണെന്നും നമ്മുടെ ദൗർബല്യം എന്താണെന്നും നമ്മളെ കൊണ്ട് ഈ പറയുന്ന സംഭവം പോസിബിൾ ആകുമോ എന്നുള്ളൊരു ഇൻസൈറ്റ്, ഉൾക്കാഴ്ച കൂടി നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്ന്. അല്ലാണ്ട് നമ്മൾ ചാടിക്കറി ഒരു ആവേശത്തിന്റെ പുറത്ത് ഇതുപോലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ എടുത്ത് ചാടിയിട്ട് അവസാനം അനാവശ്യമായിട്ടുള്ള എല്ലാ ടെൻഷൻസും ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ ഏറ്റെടുത്ത് സ്വയം ഡാമേജ് ഉണ്ടാക്കി വെക്കുന്നേക്കാൾ എന്തുകൊണ്ട് നല്ലതാണ് സെൽഫ് അവയർനെസ്സോട് കൂടി ഈ പറഞ്ഞ പോലെ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്ന കഴിവ് കൂടി നമുക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ആദ്യം ആവശ്യം അവയർനെസ് തന്നെയാണ്. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ബോധ്യം വേണം. അതുപോലെ ആവശ്യമാണ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം. രണ്ട് വ്യക്തികൾ ഇത്തരം ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്കിതാണ് ആവശ്യം, ഞാൻ ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം തുറന്നു പറയുക. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഇതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു ബന്ധത്തെ മാക്സിമം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടം വെച്ച് നമ്മളൊക്കെ വൾണറബിൾ ആയി പോകും. നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ പുറത്ത് ചാടിയിട്ട് ചിലപ്പോൾ ആ ബന്ധത്തിന്റെ ഒരു അതിർവരമ്പൊക്കെ വിട്ടിട്ട് നമ്മൾ മുൻപോട്ട് പോകും. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ട് അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു എന്നുള്ള ഒരു തോന്നലൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ നിങ്ങളെ പോസിബിൾ ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ വളരെയധികം പ്രധാനമായിട്ടുള്ള കാര്യമാണ് ക്ലിയർ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി എന്താണെന്ന് സെറ്റ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പാടില്ല. അപ്പൊ ഇമോഷണൽ മെച്യൂരിറ്റി, ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ ബൗണ്ടറീസ്, ഇത് മൂന്നും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം, സെൽഫ് അവയർനെസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം, റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇത്തരം ബന്ധങ്ങളുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ പണി പാളും. കാരണം നമ്മൾ ആരും ഓക്കെ ആയിട്ടുള്ള മനുഷ്യരല്ല. ഈ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു വരുന്നത് ബന്ധങ്ങളുടെ മൂല്യം കണക്കിലെടുക്കാനും ബന്ധങ്ങൾ അങ്ങനെ കൊണ്ടുപോകാനും പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഏത് ഘട്ടത്തിലും വന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. സോ നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളാണ് നമ്മളെങ്കിൽ, അത്തരത്തിലാണ് നമ്മൾ ഓരോ ബന്ധത്തെയും സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം ബന്ധങ്ങളിലേക്ക് നിൽക്കാതിരിക്കണം ഏറ്റവും നല്ല കാര്യം. അതായത് എടുത്തു ചാടിയിട്ട് ആവേശത്തിന്റെ പുറത്ത് മാത്രം പോയിട്ട് അവസാനം സ്ലോലി ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയായി മാറും. പിന്നെ ഇവിടെ ഒരു തരത്തിലും രണ്ട് കൂട്ടർക്കും ഒരിക്കലും എക്സ്പെക്ടേഷൻ പാടില്ല. ഏതെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും എക്സ്പെക്ടേഷൻ ഒരു വ്യക്തി മറ്റേ വ്യക്തിയുടെ മേൽ വെച്ചു കഴിഞ്ഞാൽ മൊത്തം ബന്ധം തകിടം മറിയും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. നമ്മൾ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കെയറിങ് ആഗ്രഹിക്കുന്നു, ആ വ്യക്തി നമ്മളെ പാമ്പർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ഒക്കെ മാറിയിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നമായിട്ട് മാറും. ആ ബന്ധം ഭയങ്കര അലമ്പായിട്ട് ഇമോഷണൽ ബാഗേജ് ഒക്കെ വന്നിട്ട് വൻ പ്രശ്നമാവും. ആ ഒരു ഇമോഷണൽ ഇംബാലൻസ് വന്നു പോകും. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും വന്നു പോകും. സോ എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പൊ അത്തരത്തിൽ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരും, വിള്ളലുകൾ വരും. ഫൈനലി നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഒരു ഫ്രണ്ട് ആണോ അതോ പാർട്ട്ണർ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ തന്നെ എത്തും. നമുക്കൊരു സെൽഫ് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. ഇനി ഇതേ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന സംഭവത്തെ ഒരു ജെൻഡർ വൈസ് അനാലിസിസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ത്രീകളിലും പുരുഷന്മാരിലും രണ്ട് രീതിക്കാണ് ഈ സംഭവത്തെ കാണാൻ പറ്റുക. സ്ത്രീകൾ എപ്പോഴും ഒരു ഇമോഷണൽ ബോണ്ടിങ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടും, പെട്ടെന്ന് എത്തിപ്പോകും ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്ര ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചിന്ത ഇങ്ങനെ മാറിയിട്ട് ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറും. പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനെയല്ല. അവർക്ക് ഈ പറയുന്ന ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആണെങ്കിൽ അതേപോലെ നിൽക്കാനുള്ള ഒരു അവസ്ഥ, ആ ഒരു മാനസികാവസ്ഥ വളരെ കൂടുതലാണ്. അവർക്കത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അത് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്ന രീതിയും പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്ന രീതിയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ വൈകാരികമായിട്ടുള്ള വ്യത്യാസങ്ങളും വരുന്നത്. ഈ പറയുന്ന ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കാഷ്വലായി മാറുമ്പോൾ
സ്ത്രീകൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ സ്നേഹം പരതിക്കൊണ്ടിരിക്കും. ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്ത്രീകൾ പലപ്പോഴും സ്നേഹം പരതിക്കൊണ്ടിരിക്കും. എല്ലാവരും അങ്ങനെയല്ല, കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന ഒരു മോറൽ സൈഡും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പോഴത്തെ 2K കിഡ്സിന് ഇത് വളരെ ഈസി ആയിട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാലഘട്ടം കുറെ കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞു, അവരുടെ മോറൽ സൈഡിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ ഇതിന് രണ്ട് വശങ്ങൾ പറഞ്ഞെങ്കിൽ ഇതിനകത്തുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമൂഹം ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പം തിരിച്ചടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ ആയിട്ടുള്ള സെക്സ് പാർട്ട്ണർ ആരാണോ അയാൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്. സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ചും സ്വത്വത്തെക്കുറിച്ചും ഒക്കെ അധിക്ഷേപിക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. എന്നാൽ അതേസമയം പുരുഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ സമൂഹം അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്, പുരുഷന്റെ കഴിവായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, സിനിമകൾക്കകത്ത് ഈ ഒരു ശ്രമം മുൻപോട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹം പക്ഷെ അതിനേക്കാൾ മുൻപോട്ട് കുറെ പോയിട്ടുണ്ട്. ഇത്തരം ബന്ധങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാണ്ട്, ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ലാണ്ട് അതിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്ന് കണ്ട് ഇന്ന് ഇഷ്ടപ്പെട്ട് ഇന്ന് തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സൊസൈറ്റി മുൻപോട്ട് പോയി കഴിഞ്ഞു, മാറി കഴിഞ്ഞു. പക്ഷെ മനുഷ്യർക്ക് അങ്ങനെ മാറുക എന്ന് പറയുന്നത് എല്ലാവർക്കും എളുപ്പമാവണമെന്നില്ല. നെക്സ്റ്റ് ജനറേഷൻ കുറെ കൂടി ഈസി ആയിട്ട് ഇതിനൊക്കെ അപ്രോച്ച് ചെയ്യും. ഇപ്പോഴത്തെ 2K കിഡ്സ് എങ്ങനെ എടുക്കുന്നു അതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അടുത്ത ജനറേഷനിൽ പെടുന്നവർക്ക് എടുക്കാൻ പറ്റും. അപ്പം അതൊരു തെറ്റാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതിനകത്തുള്ള ഒരു മോറൽ സൈഡ് ഞാൻ നോക്കുന്നില്ല. അങ്ങനെ മോറൽ സൈഡ് വെച്ചതിനൊന്നും പറയാനില്ല. വ്യക്തികളുടെ താല്പര്യമാണ്, വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ മോറൽ സൈഡ്, ഇപ്പോഴും സമൂഹത്തിന്റെ മോറൽ സൈഡ് കുറച്ച് പ്രശ്നമായത് കാരണം സിനിമകളിലേക്ക് അധികമായിട്ട് ഇത്തരം വിഷയങ്ങൾ വന്നിട്ടില്ല. വന്നാലും അധികം ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. പലർക്കും ഒരു പേടിയാണ്, ഇങ്ങനെ ഒരു ബന്ധം വെച്ചു കഴിഞ്ഞാൽ സമൂഹം നശിച്ചു പോകുന്നുള്ള പേടിയൊക്കെ പല കമന്റ്സിലും അങ്ങനെയൊക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് പേഴ്സണലി നോക്കുന്ന സമയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഗോ എഹെഡ് ആൻഡ് മേക്ക് ലവ് എന്നുള്ള സംഭവം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പോവാ, എന്താണോ നീഡ് ആ നീഡ് നിറവേറ്റുക. അതിനപ്പുറത്തേക്ക് ബന്ധങ്ങളെ വൈകാരികമായിട്ട് എടുക്കാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. അവനവൻ വേദനിക്കരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു തത്വമായിട്ട് ഞാൻ കാണുന്നത്. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന സംഭവം നല്ല സംഭവം തന്നെയാണ്. പോസിബിൾ ആവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഹെൽത്തി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെ ആണ്. പക്ഷെ അത് ഓക്കെ അല്ലാത്തത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും സമൂഹത്തിനാണ് പലപ്പോഴും ഓക്കെ അല്ലാത്തത്. ഈ സമൂഹത്തിന്റെ ഒരു അമർഷം എന്ന് പറയുന്നത് ധീരൻ സിനിമയിലെ ഈ പറയുന്ന ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ബന്ധത്തെ കുറിച്ച് ഞാൻ എഴുതിയ സമയത്ത് അതിന്റെ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു മൊത്തം കേരള സമൂഹം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമൂഹത്തെക്കാൾ കുറെ കൂടി മുൻപോട്ട് സഞ്ചരിക്കുന്ന ഒരു തലമുറ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ എണ്ണം വളരെ കുറവായിരിക്കും, പക്ഷെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവർക്ക് ഈ പറയുന്ന മോറൽ സൈഡ് അവരെ ബാധിക്കുന്ന കാര്യമല്ല. അവരെ ബാധിക്കുന്നില്ലെങ്കിൽ നമ്മളെയും ബാധിക്കുന്നില്ല, അത്രേ ഉള്ളൂ.